ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 51-ാം ദിവസം. സമാഗമ കൂടാര പ്രതിഷ്ഠ. ഇന്നേ ദിവസം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകം 39-ാം അധ്യായം, പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം, ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം, 83-ാം സങ്കീർത്തനം എന്നിവ വായിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിൽ പുരോഹിത വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നതിൻ്റെ വിശദമായ വിവരണങ്ങളും സമാഗമ കൂടാരത്തിൻ്റെ അവസാന മിനുക്കുപണികളും കൂടാരപ്രതിഷ്ഠയെപ്പറ്റിയുള്ള വിശദീകരണങ്ങളുമാണ് നാം വായിച്ചു കേൾക്കുന്നത്. കർത്താവിന് നേർച്ചകളും കാണിക്കുകയും സമർപ്പിക്കുമ്പോഴും ദശാംശം കൊടുക്കുമ്പോഴും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നും നമുക്ക് വായിച്ച് കേൾക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 39-ാം അധ്യായം. പുരോഹിത വസ്ത്രങ്ങൾ. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളിൽ നിന്ന് അവർ നെയ്ത്തുവസ്ത്രങ്ങളുണ്ടാക്കി. അഹ്റോനു വേണ്ടിയുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവരുണ്ടാക്കി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. പ്രധാന അങ്കി സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകളും പിരിച്ച ചണവും കൊണ്ട് അവനുണ്ടാക്കി. അവർ സ്വർണ്ണപ്പാളി അടിച്ചു പാകമാക്കി നീലക്കിടയ്ക്കും ധൂമ്രത്തിനിടയ്ക്കും കടും ചുമപ്പിനിടയ്ക്കും ചണത്തിനിടയ്ക്കും നെയ്ത്തുവേല ചെയ്യാനായി അവർ അത് നൂലുകളായി മുറിച്ചു. അവർ അതിന് കുടുക്കുകളായി തോൾവാറുകളുണ്ടാക്കി. അതിൻ്റെ രണ്ടഗ്രങ്ങളും ങ്ങളിലും അത് യോജിപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള പ്രധാനാങ്കിയുടെ അരക്കെട്ട് അതിൻ്റെ നിർമ്മിതി പോലെ തന്നെ സ്വർണ്ണ, നീല, ധൂമ്ര, കടും ചുമപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവയിൽ നിന്നായിരുന്നു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സ്വർണ്ണചിത്രക്കൂടുകൾ ഘടിപ്പിച്ച് ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നശില്പിയുടെ മുദ്രണങ്ങളായി അവർ ഗോമേതക രത്നങ്ങൾ കൊത്തി. ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ സ്മാരക രത്നങ്ങളായി പ്രധാന അങ്കിയുടെ തോൾവാറുകളിൽ അവൻ പിടിപ്പിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ നിർമ്മിതി പോലെ വിദഗ്ധ നിർമ്മിതിയായി അവനുണ്ടാക്കി. സ്വർണ്ണനീല, ധൂമ്ര, കടുംചുവപ്പ് നൂലുകൾ, പിരിച്ച ചണം എന്നിവ കൊണ്ടാണ് അതുണ്ടാക്കിയത്. 2 മടക്കായി ഉരസ്ത്രാണം അവരുണ്ടാക്കി. അത് സമചതുരമായിരുന്നു. 2 മടക്കായി അതിൻ്റെ നീളം 1 ചാൺ, അതിൻ്റെ വീതി 1 ചാൺ. രത്നത്തിൻ്റെ 4 നിരകൾ കൊണ്ട് അവർ അത് നിറച്ചു. മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം എന്നിവയുടെ നിരയാണ് 1-ാം നിര. 2-ാം നിര മരതകം, ഇന്ദ്രനീലം, വജ്രം. 3-ാം നിര പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം. 4-ാം നിര പത്മരാഗം, ഗോമേതകം, സൂര്യകാന്തം. അവയുടെ സജ്ജീകരണങ്ങളിലെ ചിത്രക്കൂടുകൾ സ്വർണമായിരുന്നു. ഇസ്രായേലിൻ്റെ പുത്രന്മാരുടെ പേരുകളനുസരിച്ച് രത്നങ്ങളുണ്ടായിരുന്നു. അവ അവരുടെ പേരുകളനുസരിച്ച് 12 ഗോത്രത്തിനായി ഓരോന്നിനും അതതിൻ്റെ പേരനുസരിച്ച് ശില്പിമുദ്രണങ്ങളും ഉണ്ടായിരുന്നു. ഉരസ്ത്രാണത്തിനു വേണ്ടി പിണച്ച ചരടുപണിയായി ശുദ്ധ സ്വർണം കൊണ്ടുള്ള മാലകളുണ്ടാക്കി. അവർ 2 സ്വർണ്ണചിത്ര തകിടുകളും 2 സ്വർണ്ണവളയങ്ങളും ഉണ്ടാക്കി. വളയങ്ങൾ രണ്ടും ഉരസ്ത്രാണത്തിൻ്റെ 2 മൂലകളിൽ ഘടിപ്പിച്ചു. ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള 2 വളയങ്ങളിന്മേൽ 2 സ്വർണ്ണമാലകൾ പിടിപ്പിച്ചു. 2 മാലകളുടെയും 2 അറ്റങ്ങൾ 2 സ്വർണ്ണചിത്ര തകിടുകളിൽ അവർ ഘടിപ്പിച്ചു. അവ പ്രധാന അങ്കിയുടെ തോൾവാറുകളിന്മേൽ മുൻഭാഗത്തായി ബന്ധിച്ചു. അവർ 2 സ്വർണ്ണവളയങ്ങളുണ്ടാക്കി ഉരസ്ത്രാണത്തിൻ്റെ ഉൾഭാഗത്ത് പ്രധാന അങ്കിയുടെ എതിരെയുള്ള 2 കീഴ്മൂലകളിൽ ഘടിപ്പിച്ചു.
അവർ 2 സ്വർണ്ണവളയങ്ങൾ നിർമ്മിച്ച് പ്രധാന അങ്കിയുടെ 2 തോൾവാറുകളുടെ താഴേക്ക് അറ്റങ്ങളുടെ മുൻഭാഗത്ത് അതിൻ്റെ കുടുക്കിനോട് ചേർത്ത് പ്രധാന അങ്കിയുടെ അരക്കെട്ടിന് മുകളിലായി പിടിപ്പിച്ചു. ഉരസ്ത്രാണം പ്രധാന അങ്കിയുടെ അരക്കെട്ടിനുമേൽ ആയിരിക്കുന്നതിനും പ്രധാന അങ്കിയിൽ നിന്ന് ഉരസ്ത്രാണം സ്ഥാനം തെറ്റാതിരിക്കുന്നതിനും ഉരസ്ത്രാണത്തെ അതിൻ്റെ വളയങ്ങളിൽ നിന്ന് പ്രധാന അങ്കിയുടെ വളയങ്ങളിലേക്ക് ഒരു നീലച്ചരട് കൊണ്ട് അവർ ബന്ധിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. പ്രധാന അങ്കിയുടെ കുറിയ അങ്കി കടും നീലയിൽ ഒരു നെയ്ത്തുപണിയായി അവനുണ്ടാക്കി. കുറിയ അങ്കിയുടെ മധ്യത്തിലായി കുപ്പായക്കഴുത്തുപോലെ അതിൻ്റെ കഴുത്തും അത് കീറാതിരിക്കാൻ കഴുത്തിന് ചുറ്റും ഒരു നാടയും. കുറിയ അങ്കിയുടെ വിളിമ്പുകളിൽ അവർ നീലധൂമ്ര കടും ചുമപ്പ് നൂല് പിരിച്ചതുപയോഗിച്ച് മാതള നാരങ്ങകളുണ്ടാക്കി. അവർ ശുദ്ധ സ്വർണം കൊണ്ട് മണികളുണ്ടാക്കി. മണികൾ മാതള നാരങ്ങകൾക്കിടയിൽ കുറിയ അങ്കിയുടെ വിളിമ്പിന് ചുറ്റും മാതള നാരങ്ങകൾക്കിടയിൽ പിടിപ്പിച്ചു. കുറിയ അങ്കിയുടെ വിളിമ്പിന് ചുറ്റും ഒരു മണി, ഒരു മാതള നാരങ്ങ എന്ന ക്രമത്തിൽ ശുശ്രൂഷിക്കാനായി കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കുമായി നെയ്ത്തുപണിയായി ചണം കൊണ്ട് നീലയങ്കികൾ ഉണ്ടാക്കി. ചണം കൊണ്ട് ശിരോവസ്ത്രവും ചണം കൊണ്ട് കിരീടത്തലപ്പാവുകളും വെളുത്ത ചണം പിരിച്ചുള്ള കാൽശലാരായികളും പിരിച്ച ചണവും നീലധൂമ്ര കടും ചുവപ്പ് നൂലും കൊണ്ട് ചിത്രത്തുന്നൽ പണിയായ അരപ്പട്ടയും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ശുദ്ധസ്വർണത്തിൻ്റെ ഒരു പുഷ്പകിരീടമുണ്ടാക്കി അവർ അതിന്മേൽ കർത്താവിന് പരിശുദ്ധൻ എന്ന ലിപികൾ കൊത്തിവെച്ചു. ശിരോവസ്ത്രത്തിന്മേൽ മുകൾ ഭാഗത്ത് വയ്ക്കാൻ അവർ അതിന്മേൽ ഒരു നീല ചരട് കെട്ടി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. അങ്ങനെ സമാഗമ കൂടാരമായ ആലയത്തിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം ഇസ്രായേല്യർ ചെയ്തു. അപ്രകാരം തന്നെ അവർ ചെയ്തു. അവർ മോശയുടെ അടുക്കൽ ആലയം, അതായത് കൂടാരവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും കൊണ്ടുവന്നു. അതിൻ്റെ കൊളുത്തുകൾ, ക്രാസികൾ, അഴികൾ, തൂണുകൾ, പാദകുടങ്ങൾ, ഉറക്കിട്ട മുട്ടാടിൻ തോലിൻ്റെ ആവരണം, നിലക്കരടിത്തോലിൻ്റെ ആവരണം, തിരശീലവിരി, സാക്ഷ്യപേടകം, അതിൻ്റെ തണ്ടുകൾ, കൃപാസനം, മേശ, അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, സാന്നിധ്യത്തിൻ്റെ അപ്പം, ശുദ്ധസ്വർണത്തിൻ്റെ വിളക്കുകാൽ, അതിൻ്റെ ദീപനിരയ്ക്കായുള്ള ചെരാതുകൾ, അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, വിളക്കെണ്ണ, സ്വർണ്ണബലിപീഠം, അഭിഷേകതൈലം, പരിമളധൂപന വസ്തുക്കൾ, കൂടാരവാതിലിൻ്റെ വിരി, പിച്ചള ബലിപീഠം, അതിനുവേണ്ടിയുള്ള പിച്ചള ചട്ടടുപ്പ്, തണ്ടുകൾ, അതിൻ്റെ ഉപകരണങ്ങളെല്ലാം, ക്ഷാളനപാത്രം, അതിൻ്റെ പീഠം, അങ്കണമറകൾ, അതിൻ്റെ തൂണുകൾ, പാദകുടങ്ങൾ, അങ്കണ കവാടത്തിൻ്റെ വിരി, അതിൻ്റെ കയറുകൾ, കുറ്റികൾ, സമാഗമ കൂടാരത്തിനു വേണ്ടിയുള്ള എല്ലാ ആലയ ശുശ്രൂഷ ഉപകരണങ്ങളും, വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാനുള്ള നെയ്ത്തുവസ്ത്രങ്ങൾ, പുരോഹിതനായ അഹ്റോൻ്റെ വിശുദ്ധ വസ്ത്രങ്ങൾ, അവൻ്റെ പുത്രന്മാരുടെ പുരോഹിത വൃത്തിക്കായുള്ള വസ്ത്രങ്ങൾ എന്നിവ. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെയെല്ലാം അവിധം തന്നെ ഓരോ ജോലിയും ഇസ്രായേല്യർ നിർവഹിച്ചു. ഓരോ ജോലിയും മോശ വീക്ഷിച്ചു. ഇതാ അവർ അത് നിർവഹിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ അവർ പ്രവർത്തിച്ചിരിക്കുന്നു. അനന്തരം മോശ അവരെ അനുഗ്രഹിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം. കൂടാരപ്രതിഷ്ഠ. കർത്താവ് മോശയോട് പ്രകാരം സംസാരിച്ചു. ആദ്യ മാസത്തിലെ 1-ാം ദിവസം, മാസത്തിൻ്റെ 1-ാം തീയതി സമാഗമ കൂടാരമായ ആലയം നീ സ്ഥാപിക്കണം. സാക്ഷ്യപേടകം നീ അവിടെ പ്രതിഷ്ഠിച്ച് പേടകത്തിന് മുമ്പിൽ തിരശീല കൊണ്ട് മറയിടണം. നീ മേശ കൊണ്ടുവന്ന് അതിൻ്റെ ക്രമം ദീക്ഷിക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് ചെരാതുകൾ ഉയർത്തി സ്ഥാപിക്കണം. ധൂപാർപ്പണത്തിനുള്ള സ്വർണ്ണ ബലിപീഠം സാക്ഷ്യപേടകത്തിൻ്റെ മുമ്പിൽ നീ സ്ഥാപിക്കണം. ആലയത്തിന് വാതിൽ വിരിയിടുകയും വേണം. സമാഗമ കൂടാരത്തിൻ്റെ ആലയവാതിലിന് മുമ്പിൽ നീ ഹോമബലിപീഠം പ്രതിഷ്ഠിക്കണം. സമാഗമ കൂടാരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും ഇടയ്ക്ക് ക്ഷാളനപാത്രം വെച്ച് നീ അവിടെ വെള്ളം വയ്ക്കണം. ചുറ്റും അങ്കണമൊരുക്കി അങ്കണവാതിലിൻ്റെ വിരി ഇടണം. നീ അഭിഷേക തൈലമെടുത്ത് ആലയവും അതിലുള്ള സകലതും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും വിശുദ്ധീകരിക്കണം. അത് വിശുദ്ധിയുള്ളതായിത്തീരും. ഹോമബലിപീഠവും അതിൻ്റെ ഉപകരണങ്ങളും നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ ബലിപീഠം നീ വിശുദ്ധീകരിക്കണം. ബലിപീഠം അതിവിശുദ്ധിയുള്ളതായിത്തീരും. ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അഭിഷേകം ചെയ്ത് നീ അത് വിശുദ്ധീകരിക്കണം. അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിലിനടുത്ത് കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് കഴുകണം.
നീ അഹ്റോനെ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കണം, അവനെ അഭിഷേകം ചെയ്യണം, അവനെ വിശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ എനിക്ക് പുരോഹിതനായിരിക്കും. അവൻ്റെ പുത്രന്മാരെ അടുത്തു കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ നീ അഭിഷേകം ചെയ്തതുപോലെ അവരെയും നീ അഭിഷേകം ചെയ്യണം. അങ്ങനെ അവർ എനിക്ക് പുരോഹിതരായിരിക്കും. അവരുടെ അഭിഷേകം അവർക്ക് അവരുടെ തലമുറകൾക്ക് നിത്യ പൗരോഹിത്യമായി തീരാൻ വേണ്ടിയാണ്. കർത്താവ് തന്നോട് കൽപ്പിച്ചതുപോലെയെല്ലാം മോശ പ്രവർത്തിച്ചു. അപ്രകാരം തന്നെ അവൻ ചെയ്തു. 2-ാം വർഷം മാസത്തിൻ്റെ 1-ാം തീയതി ആലയം സ്ഥാപിതമായി. മോശ ആലയമുയർത്തി അതിൻ്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു, ക്രാസികൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. അവൻ ആലയത്തിന് മുകളിൽ കൂടാരം വിരിച്ചു. അതിനു മുകളിൽ നിന്ന് കൂടാര ആവരണമിട്ടു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. അവൻ സാക്ഷ്യഫലകം പേടകത്തിലേക്ക് എടുത്തു വെച്ചു. പേടകത്തിന്മേൽ തണ്ടുകൾ ഘടിപ്പിച്ചു. പേടകത്തിന് മുകളിൽ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. അവൻ പേടകം ആലയത്തിലേക്ക് കൊണ്ടുവന്നു തിരശ്ശീല വിരിയിട്ട് സാക്ഷ്യപേടകം മറച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സമാഗമ കൂടാരത്തിൽ ആലയത്തിൻ്റെ വടക്കുവശത്ത് തിരശ്ശീലയ്ക്ക് വെളിയിൽ അവൻ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പത്തിൻ്റെ നിര സജ്ജീകരിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സമാഗമ കൂടാരത്തിൽ ആലയത്തിൻ്റെ തെക്കുവശത്ത് മേശയ്ക്കെതിരെ അവൻ വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ സന്നിധിയിൽ ചെരാതുകൾ ഉയർത്തി സ്ഥാപിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുമ്പിൽ അവൻ സ്വർണ്ണബലിപീഠം പ്രതിഷ്ഠിച്ചു. അതിന്മേൽ ധൂമന സുഗന്ധദ്രവ്യങ്ങൾ ധൂമിച്ചു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. അവൻ ആലയത്തിന് വാതിൽ വിരിയിട്ടു. ഹോമബലിപീഠം സമാഗമ കൂടാരത്തിൻ്റെ ആലയവാതിൽക്കൽ അവൻ സ്ഥാപിച്ചു. അതിന്മേൽ ഹോമയാഗവും ധാന്യാർപ്പണവും നടത്തി, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് അവൻ ക്ഷാളനപാത്രം വയ്ക്കുകയും ക്ഷാളനത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുകയും ചെയ്തു. മോശയും അഹ്റോനും അവൻ്റെ പുത്രന്മാരും അതിൽ നിന്നാണ് അവരുടെ കൈകാലുകൾ കഴുകേണ്ടിയിരുന്നത്. സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും അവർ ക്ഷാളനം ചെയ്യേണ്ടിയിരുന്നു, കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ. ആലയത്തിനും ബലിപീഠത്തിനും ചുറ്റുമായി അവൻ അങ്കണം തീർത്തു. അങ്കണ കവാടവിരി ഇടുകയും ചെയ്തു. അങ്ങനെ മോശ ജോലി പൂർത്തിയാക്കി. കർത്താവിൻ്റെ സാന്നിധ്യം. അപ്പോൾ മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം ആലയം നിറച്ചു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിന്മേൽ ആവസിച്ചിരുന്നു. കർത്താവിൻ്റെ മഹത്വം ആലയം നിറയ്ക്കുകയും ചെയ്തിരുന്നു. ആലയത്തിന്മേൽ നിന്ന് മേഘം ഉയരുമ്പോഴാണ് തങ്ങളുടെ യാത്രാഘട്ടങ്ങളിലെല്ലാം ഇസ്രായേല്യർ പുറപ്പെട്ടിരുന്നത്. മേഘം ഉയരുന്നില്ലെങ്കിൽ അതുയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കാരണം ഇസ്രായേൽ ഭവനം മുഴുവൻ്റെയും കൺമുമ്പിൽ അവരുടെ യാത്രാഘട്ടങ്ങളിലുടനീളം ആലയത്തിന് മുകളിൽ പകൽ കർത്താവിൻ്റെ മേഘവും അതിൽ രാത്രി അഗ്നിയും ഉണ്ടായിരുന്നു. ലേവ്യരുടെ പുസ്തകം 27-ാം അധ്യായം. നേർച്ചകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയുക, ഒരുവൻ കർത്താവിന് വിശേഷമായി നേർച്ച നേരുമ്പോൾ വ്യക്തികളെക്കുറിച്ചുള്ള നിൻ്റെ മതിപ്പ് മൂല്യം അനുസരിച്ച് പുരുഷന് നീ മതിക്കുന്ന മൂല്യം ഇതായിരിക്കണം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് നിൻ്റെ മതിപ്പ് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിനനുസരിച്ച് 50 ഷെക്കൽ വെള്ളിയായിരിക്കണം. അത് സ്ത്രീയെങ്കിൽ നീ മതിക്കുന്ന മൂല്യം 30 ഷെക്കലായിരിക്കണം. 5 വയസ്സ് മുതൽ 20 വയസ്സ് വരെയെങ്കിൽ ആണിന് 20 ഷെക്കലും പെണ്ണിന് 10 ഷെക്കലുമായിരിക്കണം നിൻ്റെ മതിപ്പ് മൂല്യം. 1 മാസം മുതൽ 5 വയസ്സ് വരെയാണ് എങ്കിൽ ആണിന് നിൻ്റെ മതിപ്പ് മൂല്യം 5 ഷെക്കൽ വെള്ളിയും പെണ്ണിന് നിൻ്റെ മതിപ്പ് മൂല്യം 3 ഷെക്കൽ വെള്ളിയുമായിരിക്കണം. വയസ്സ് 60 അതിനു മേലെയോ ആണെങ്കിൽ പുരുഷന് 15 ഷെക്കലും സ്ത്രീക്ക് 10 ഷെക്കലുമായിരിക്കണം നീ മതിക്കുന്നത്. മതിപ്പ് മൂല്യത്തേക്കാൾ ഒരുവൻ ദരിദ്രനെങ്കിൽ അവന് പുരോഹിതൻ്റെ മുമ്പിൽ ഹാജരാക്കട്ടെ. പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കണം. നേർച്ച നേർന്നവൻ്റെ വിഭവശേഷി അനുസരിച്ചാവണം പുരോഹിതൻ അവന് മൂല്യം നിശ്ചയിക്കേണ്ടത്. മൃഗഗണത്തിൽ നിന്നാണ് അവർ കർത്താവിന് കാണിക്ക സമർപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കർത്താവിന് നൽകുന്നതെല്ലാം വിശുദ്ധ വസ്തുവായിരിക്കും. അവൻ അതിനെ വെച്ചു മാറരുത്. നല്ലതിനെ മോശമായതുകൊണ്ടോ മോശമായതിനെ നല്ലതുകൊണ്ടോ വെച്ചു മാറരുത്. മൃഗത്തെ മൃഗം കൊണ്ട് വെച്ചു മാറിയാൽ തന്നെ അതും അതിൻ്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും. സമർപ്പിക്കാൻ പാടില്ലാത്ത ഏതെങ്കിലും മലിനമൃഗത്തിൽ നിന്നാണ് കർത്താവിനുള്ള കാണിക്കുകയെങ്കിൽ
ആ മൃഗത്തെ പുരോഹിതൻ്റെ മുമ്പിൽ ഹാജരാക്കണം. പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം. നീ നിർണയിക്കുന്ന മതിപ്പ് വില തന്നെ ആയിരിക്കട്ടെ പുരോഹിതൻ നിർണയിക്കുന്നത്. അതിനെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിൻ്റെ 1/5 കൂടി അവൻ ചേർക്കണം. ഒരുവൻ തൻ്റെ ഭവനം കർത്താവിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ പുരോഹിതൻ അത് നല്ലതോ ചീത്തയോ എന്ന് വിലയിരുത്തണം. പുരോഹിതൻ അതിന് മതിക്കുന്നത് എങ്ങനെയോ അങ്ങനെ നിലനിൽക്കും. പ്രതിഷ്ഠിച്ചവൻ തൻ്റെ വീട് വീണ്ടെടുക്കുന്നെങ്കിൽ നിൻ്റെ മതിപ്പ് വിലയുടെ 1/5 കൂടി അതിനോട് അവൻ ചേർക്കണം. അപ്പോൾ അത് അവൻ്റേതാകും. ഒരാൾ തൻ്റെ അവകാശമായ വയലിൻ്റെ ഭാഗം കർത്താവിനായി നീക്കിവെക്കുകയാണെങ്കിൽ അതിനുള്ള വിത്തിൻ്റെ അളവനുസരിച്ചായിരിക്കണം നീ മതിക്കുന്ന വില. ഒരു ഹോമർ യവത്തിന് 50 ഷെക്കൽ വെള്ളി. ജൂബിലി വർഷം മുതൽ ഒരുവൻ തൻ്റെ വയൽ നീക്കിവെക്കുകയാണെങ്കിൽ നീ മതിക്കുന്ന വില തന്നെ നിലനിൽക്കും. എന്നാൽ ജൂബിലിക്ക് ശേഷമാണ് അവൻ തൻ്റെ വയൽ നീക്കിവെക്കുന്നതെങ്കിൽ അടുത്ത ജൂബിലി വർഷം വരെ ശേഷിക്കുന്ന വർഷങ്ങൾക്കനുസരിച്ച് പുരോഹിതൻ അതിന് തുക കണക്കാക്കണം. അത് മതിപ്പ് വിലയിൽ നിന്ന് കുറയും. വയൽ പ്രതിഷ്ഠിച്ചവൻ അത് വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിൻ്റെ മതിപ്പ് പണത്തിൻ്റെ 1/5 അതിനോടുകൂടെ ചേർക്കണം. അപ്പോൾ അത് അവൻ്റേതായി നിലനിൽക്കും. എന്നാൽ അവൻ വയൽ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അഥവാ ആ വയൽ മറ്റൊരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അത് പിന്നീട് വീണ്ടെടുക്കപ്പെടാവുന്നതല്ല. ജൂബിലി വേളയിൽ ആ വയൽ വിടുതലാകുമ്പോൾ അത് ഒഴിഞ്ഞുവെച്ച വയൽ പോലെ കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും. അതിൻ്റെ അവകാശം പുരോഹിതന് ആയിരിക്കും. ഒരുവൻ തൻ്റെ പൂർവാവകാശമായ വയലിൻ്റെ ഭാഗമല്ല പ്രത്യുത സമ്പാദ്യമായ വയലാണ് കർത്താവിന് പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ജൂബിലി വർഷം വരെ കണക്കുകൂട്ടി പുരോഹിതൻ അവന് വേണ്ടി മതിപ്പ് വില നിർണയിക്കണം. അന്ന് തന്നെ അവൻ മതിപ്പ് വില കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായി നൽകണം. നിലത്തിൻ്റെ ഉടമയായിരിക്കുന്നവനിലേക്ക്, അതായത് ഒരുവൻ അത് ആരിൽ നിന്ന് വാങ്ങിയോ അവനിലേക്ക് ജൂബിലി വർഷത്തിൽ വയൽ തിരികെത്തും. എല്ലാ മൂല്യനിർണ്ണയവും വിശുദ്ധ സ്ഥലത്തെ ഷെക്കൽ പ്രകാരമായിരിക്കണം. 20 ഗേരയാണ് ഒരു ഷെക്കൽ. മൃഗഗണത്തിൽ കർത്താവിനായി കടിഞ്ഞൂൽ സമർപ്പിക്കപ്പെടേണ്ട ആദ്യജാതനെ ആരും പ്രതിഷ്ഠിക്കേണ്ടതില്ല. കാളയായാലും ആടായാലും അത് കർത്താവിനുള്ളതാണ്. മലിനമൃഗമാണെങ്കിൽ നീ മതിക്കുന്ന വിലയോട് അതിൻ്റെ 1/5 കൂടി ചേർത്ത് പരിത്രാണം ചെയ്യാം. വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ നിൻ്റെ മതിപ്പ് വിലയിൽ വിൽക്കപ്പെടണം. മനുഷ്യനിലും മൃഗത്തിലും നിൻ്റെ അവകാശമായ വയലിലും നിന്ന് തനിക്കുള്ള എന്തിലും നിന്ന് ഒരുവൻ കർത്താവിനുള്ള വിധേയമാക്കി ഒഴിഞ്ഞുവെച്ചതൊന്നും വിൽക്കപ്പെടരുത്, വീണ്ടെടുക്കപ്പെടുകയും അരുത്. ഒഴിഞ്ഞുവെച്ചതെല്ലാം കർത്താവിന് അതിവിശുദ്ധമാണ്. മനുഷ്യനിൽ നിന്ന് ഉന്മൂലന ആചാരവിധേയനാകേണ്ട ഒരു നിഷിദ്ധനും പരിത്രാണം ചെയ്യപ്പെടരുത്. അവൻ തീർച്ചയായും വധിക്കപ്പെടണം. ദേശത്തിൻ്റെ വിത്തിൽ നിന്നും വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നുമുള്ള ദേശത്തിൻ്റെ ദശാംശം മുഴുവൻ കർത്താവിൻ്റേതാണ്. അത് കർത്താവിനുള്ള വിശുദ്ധ വസ്തുവാണ്. ഒരുവൻ തൻ്റെ ദശാംശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ഒരുമ്പെടുന്നെങ്കിൽ അതോടൊപ്പം 1/5 കൂടി ചേർക്കണം. ആടുമാടുകളുടെ ദശാംശം മുഴുവൻ ദണ്ടിൻ്റെ കീഴിൽ കടന്നു പോകുന്ന ഓരോ 10ാമത്തേതും കർത്താവിനുള്ള വിശുദ്ധ വസ്തുവായിരിക്കും. നല്ലതും ചീത്തയും തമ്മിൽ ഭേദം കൽപ്പിക്കേണ്ടതില്ല, അതിന് വെച്ചു മാറേണ്ടതുമില്ല. അഥവാ വെച്ചു മാറുന്നെങ്കിൽ തന്നെ അതും അതിൻ്റെ പകരവും വിശുദ്ധ വസ്തുവായിരിക്കും. നീ അത് വീണ്ടെടുക്കപ്പെട്ടുകൂടാ. കർത്താവ് സീനായി മലയിൽ വെച്ച് ഇസ്രായേല്യരെ കരുതി മോശയെ അനുശാസിച്ച കൽപ്പനകളാണ് ഇവ. സങ്കീർത്തനങ്ങൾ 83. ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ. ഗീതം ആസാഫിൻ്റെ കീർത്തനം. ദൈവമേ, അങ്ങേക്ക് മൗനമരുതേ, തമ്പുരാനെ നിശബ്ദനായിരിക്കരുതേ, നിഷ്ക്രിയനായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ബഹളം കൂട്ടുകയാണല്ലോ, അങ്ങയുടെ വിദ്വേഷകർ തലപൊക്കിയിരിക്കുന്നു. സംഘമായി അങ്ങയുടെ ജനത്തിനെതിരെ കുടിലതന്ത്രമൊരുക്കുന്നു. അങ്ങ് നിധി പോലെ കാക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ജനതയിൽ നിന്ന് അവരെ നമുക്ക് ഒഴിവാക്കാം. ഇസ്രായേലിൻ്റെ പേര് മേലിൽ ഓർക്കപ്പെടാതിരിക്കട്ടെ എന്നവർ പറയുന്നു. അതെ, അവർ ഏകമനസ്സോടെ ആലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. ഏദോമിൻ്റെയും ഇസ്മായേലികളുടെയും കൂടാരങ്ങളും മോവാബും ഖഗ്ഗറികളും ഹെബാൽ, അമ്മോൻ, അമലേക്ക് എന്നിവരും ടൈർ നിവാസികളോടൊപ്പം ഫിലിസ്തീനും അവരോടൊപ്പം അസീറിയയും ചേർന്നു. ലോത്യർക്ക് അവർ കരമായി തീർന്നു. മിദിയാനോടെന്ന പോലെയും
കിഷോൻ താഴ്വരയിൽ വെച്ച് സിസേറയോടെന്ന പോലെയും യാബിനോടെന്ന പോലെയും അവരോട് പ്രവർത്തിക്കണമേ. എൻദോറിൽ വെച്ച് അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ നേതാക്കന്മാരെ ഒറേബിനെ പോലെയും സേബിനെ പോലെയും അവരുടെ കുലീനരെയെല്ലാം സബഹിനെ പോലെയും സൽമുന്നായെ പോലെയും ആക്കി തീർക്കണമേ. ദൈവത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങൾ നമുക്ക് സ്വന്തമാക്കാം എന്ന് അവർ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവരെ പൊടിക്കാറ്റുപോലെയും കാറ്റിനു മുമ്പിൽ പോലെയും ആക്കി തീർക്കണമേ. വനത്തെ അഗ്നി വിഴുങ്ങുന്നതും മലകളെ ജ്വാല ദഹിപ്പിക്കുന്നതും എപ്രകാരമോ അപ്രകാരം അങ്ങയുടെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. കർത്താവെ, അവർ അങ്ങയുടെ നാമം അന്വേഷിക്കേണ്ടതിന് അവരുടെ മുഖം അവമതിഭരിതമാക്കണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും ഭഗ്നാശരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന് തിരുനാമമുള്ള അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനും മേൽ അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ.